എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേരള PSC നടത്താൻ പോകുന്ന ജൂനിയർ അസിസ്റ്റൻറ്റ്, ക്യാഷ്യർ എന്നീ തസ്തികകളിലേക്കുള്ള PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഇന്നിവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് PSC നടത്തിയിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 49/2019. ഈ പരീക്ഷയിൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ 80 മാർക്കിൻ്റേതും BCom ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, മേക്ക് ഓർ ബൈ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ കമ്പയറിംഗ് പർച്ചേസ് പ്രൈസ് ഔട്ട്സൈഡ് വിത്ത്. അതായത് ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ പർച്ചേസ് ചെയ്യണോ അതോ അത് നമ്മൾ സ്വയമായി മാനുഫാക്ചർ ചെയ്യണോ എന്ന് ഡിസിഷൻ എടുക്കുന്നതിനാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്നത്. ഈ മേക്ക് ഓർ ബൈ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഒരു കമ്പാരിസണിലൂടെയാണ്. അതായത് പർച്ചേസ് പ്രൈസും മറ്റൊരു ഫാക്ടറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നത് അല്ലെങ്കിൽ ഈ ഡിസിഷൻ എടുക്കുന്നത്. അത് ഏത് ഫാക്ടറാണെന്നാണ് ചോദിക്കുന്നത്. പർച്ചേസ് പ്രൈസ് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന്. ഓപ്ഷൻ എ ഫിക്സഡ് കോസ്റ്റ്, ഓപ്ഷൻ ബി വേരിയബിൾ കോസ്റ്റ്, ഓപ്ഷൻ സി ആവറേജ് കോസ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ, വേരിയബിൾ കോസ്റ്റ്. അതായത് നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുന്നത് പർച്ചേസ് പ്രൈസിനെ വേരിയബിൾ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ആക്ടിവിറ്റി റേഷ്യോ ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദ ഫോർമുല. അതായത് താഴെ 4 ഫോർമുലകൾ തന്നിട്ടുണ്ട്. അവയിൽ ഏതാണ് ആക്ടിവിറ്റി റേഷ്യോയുടെ ഫോർമുല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആക്ടിവിറ്റി റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഡിവൈഡഡ് ബൈ ബജറ്റഡ് അവേഴ്സ് ഇൻറ്റു 100. ക്വസ്റ്റ്യൻ നമ്പർ 3, ആൻ അൺഫേവറബിൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് A. Price increase in raw material, B. Price decrease in raw material, C. Less than anticipated normal wastage in the manufacturing process, and D. More than anticipated normal wastage in the manufacturing process. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് വരുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ്. അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പ്രൈസ് വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസിൽ വരുന്ന ഇൻക്രീസ് കൊണ്ടാണ് അൺഫേവറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അതായത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്ന്. ഓപ്ഷൻ എ എൽട്ടൺ മയോ, ഓപ്ഷൻ ബി പീറ്റർ എഫ് ഡ്രക്കർ, ഓപ്ഷൻ സി CK പ്രഹ്ലാദ്, ഓപ്ഷൻ ഡി ഹെൻറി ഫയോൾ. ആൻസർ ഓപ്ഷൻ ബി പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇഫ് എ കമ്പനി ഹാസ് സെപ്പറേറ്റ് പ്രൊഡക്ഷൻ മാനേജേഴ്സ്, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഫിനാൻസ് മാനേജർ, വാട്ട് ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഈസ് ഫോളോഡ് ബൈ ദി കമ്പനി. ഓപ്ഷൻ എ പ്രോഡക്ട്സ്, ഓപ്ഷൻ ബി ടെറിട്ടറി, ഓപ്ഷൻ സി ഫങ്ഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി, ആ കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജറുണ്ട്, അതുപോലെ തന്നെ ഒരു ഫിനാൻസ് മാനേജറുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി ഡിപ്പാർട്ട്മെൻറ്റേഷന് ഏത് ബേസിസാണ് ഫോളോ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാനേജേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് ആണ്. ഇതോരോന്നും ഓരോ ഫങ്ഷൻസ് ആണല്ലേ. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഡിപ്പാർട്ട്മെൻറ്റേഷന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബേസിസ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇവർ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ഫങ്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ദ വെരി സ്പെസിഫിക് ഗൈഡ് ടു ആക്ഷൻ ഈസ് കോൾഡ്. ഓപ്ഷൻ എ സ്ട്രാറ്റജി, ഓപ്ഷൻ ബി റൂൾ, ഓപ്ഷൻ സി പോളിസി ആൻഡ് ഓപ്ഷൻ ഡി പ്രൊസീജിയർ. ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ദ വെരി സ്പെസിഫിക് ഗൈഡ് ടു ആക്ഷൻ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ ബി റൂൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഓപ്ഷൻ എ ലൈൻ ഓർഗനൈസേഷൻ, ഓപ്ഷൻ ബി ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഓപ്ഷൻ സി ഫങ്ഷണൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ തന്നിരിക്കുന്ന 4 ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോം ഓഫ് ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലൈൻ ഓർഗനൈസേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 8, ദ ഫസ്റ്റ് വുമൺ അതോറിറ്റി ഇൻ മാനേജ്മെൻറ്റ് ഈസ്. ഓപ്ഷൻ എ മേരി പാർക്കർ ഫോളറ്റ്, ഓപ്ഷൻ ബി ലിലിയൻ ഗിൽബർട്ട്, ഓപ്ഷൻ സി TN വൈറ്റഡ്, ഓപ്ഷൻ ഡി മേരി ക്യൂറി. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിലിയൻ ഗിൽബർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9, സെലക്ടിംഗ് വൺ ഫ്രം സെവറൽ ഓൾട്ടർനേറ്റീവ്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഫോർകാസ്റ്റിംഗ്, ഓപ്ഷൻ ബി ഡിസിഷൻ മേക്കിംഗ്, ഓപ്ഷൻ സി പ്ലാനിംഗ് ആൻഡ് ഓപ്ഷൻ സി ഡയറക്റ്റിംഗ്.
അതായത് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ കുറേ ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതിന് പല വഴികളുണ്ട്. അതിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഡിസിഷൻ മേക്കിംഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. എസ്പിരിറ്റ് ഡി കോപ്സ് മീൻസ് എ ബയർ ബിവയർ, ബി സർവീസ് ഇസ് അവർ മോട്ടോ, സി യൂണിയൻ ഈസ് സ്ട്രെങ്ത് ആൻഡ് ഡി പോസ്റ്റ് ബൈയിങ് ബിഹേവിയർ. ഇവിടെ എസ്പിരിറ്റ് ഡി കോപ്സിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ക്വസ്റ്റ്യൻ നമ്പർ 11. റെസ്പോൺസിബിലിറ്റി ഈസ് ഓപ്ഷൻ എ പവർ ടു കമാൻഡ്, ഓപ്ഷൻ ബി ഡെലിഗേഷൻ ഓഫ് പവർ, ഓപ്ഷൻ സി ഗെറ്റിംഗ് തിങ്സ് ഡൺ ആൻഡ് ഡി ഒബ്ലിഗേഷൻ ടു ഡു ഡ്യൂട്ടി. റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഒബ്ലിഗേഷൻ ടു ഡ്യൂട്ടി. അതായത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ ടു ഡു ഡ്യൂട്ടിയാണ്. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂട്ടി ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ലിഗേഷനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. എ പേഴ്സൺ ഹു ഹാസ് എൻ്റർപ്രണർ സ്കിൽസ് ബട്ട് വർക്ക്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ വെഞ്ചർ ദാറ്റ് സീക്സ് ഡൈനാമിസം. ആൻസർ എ എൻ്റർപ്രണർ, ഓപ്ഷൻ ബി ഇൻട്രാപ്രണർ ആൻഡ് ഓപ്ഷൻ സി ഇൻ്റർപ്രണർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഒരു പേഴ്സൺ അയാൾക്ക് എൻ്റർപ്രണർ സ്കിൽസ് ഉണ്ട്, പക്ഷേ അയാൾ വർക്ക് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അത്തരത്തിലുള്ള പേഴ്സൺസിനെ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇൻട്രാപ്രണറാണ്. ഇൻട്രാപ്രണർ അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അയാളുടെ എൻ്റർപ്രണർ സ്കിൽസ് യൂസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. നെയിം ദ ഫോം ഓഫ് ബിസിനസ് ഇൻ വിച്ച് ദ മെമ്പേഴ്സ് ആർ ഹാവിങ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇവിടെ 4 ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇവയിൽ മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഓപ്ഷൻ ബി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഓപ്ഷൻ സി പാർട്ണർഷിപ്പ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അവിടെ ഓണറിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നതും അൺലിമിറ്റഡ് ആണ്. പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓരോ ഷെയർ ഹോൾഡേഴ്സും എത്രത്തോളം ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നോ അതിന് ആനുപാതികമായിട്ടാണ് അവരുടെ ലയബിലിറ്റി. അതായത് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയറിനനുസരിച്ച് അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. മോട്ടിവേഷൻ അവൈലബിൾ അറ്റ് ദ ടൈം ഓഫ് പെർഫോമൻസ് ഓഫ് വർക്ക്. എ നെഗറ്റീവ് മോട്ടിവേഷൻ, ബി ഇൻട്രിൻസിക് മോട്ടിവേഷൻ, സി ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആൻഡ് ഡി പോസിറ്റീവ് മോട്ടിവേഷൻ. അതായത് ഒരു വർക്ക് പെർഫോം ചെയ്യുമ്പോൾ അവൈലബിൾ ആകുന്ന മോട്ടിവേഷന് പറയുന്ന പേര് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുന്നത് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. നമ്മൾ ആരും പ്രഷർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരു റിവാർഡിന് വേണ്ടിയോ നമ്മളത് ചെയ്യുന്നതല്ല. നമുക്ക് സ്വയമേ തോന്നിയിട്ട്, അതായത് നമുക്ക് സ്വയമേ ഒരു ബുക്ക് വായിക്കണമെന്ന് തോന്നുന്നു, നമുക്ക് വായിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ അല്ല, അതിൻ്റെ ബാക്കിലുള്ള മോട്ടിവേഷനാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഡെലിഗേഷൻ ക്രിയേറ്റ്സ്. ഓപ്ഷൻ എ ന്യൂ വർക്ക്, ഓപ്ഷൻ ബി എക്സിസ്റ്റിംഗ് വർക്ക്, ഓപ്ഷൻ സി ഒബ്ലിഗേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ന്യൂ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഡെലിഗേഷൻ ക്രിയേറ്റ്സ്. ഇവിടെ ആൻസർ സി ഒബ്ലിഗേഷനാണ്. ഒരു സുപ്പീരിയർ ഒരു ഡ്യൂട്ടി ഒരു സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സബോർഡിനേറ്റിന് ഈ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷൻ വരികയാണ്. അതുകൊണ്ട് ഒബ്ലിഗേഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഡെലിഗേഷൻ ക്രിയേറ്റ്സ് ഒബ്ലിഗേഷൻ. ഒരു ഡെലിഗേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഒബ്ലിഗേഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മളിന്ന് ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയുടെ 15 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബികോം ലെവൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഈ നോട്ട്സ് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.